നിങ്ങളുടെ ഫേസിലെ മെയിൻ പ്രോബ്ലം റിങ്കിൾസ് ആണോ, ഫൈൻ ലൈൻസ് ആണോ, സാഗിങ് ആണോ? ഇനി എന്ത് തന്നെ ആയാലും ഒരു അടിപൊളി ആൻറ്റി ഏജിങ് ഫേസ് മാസ്ക് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കിടിലം ഫേസ് പാക്കിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് നമുക്ക് കുക്കുംബറാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വെള്ളിരിക്കയാണ് കേട്ടോ. വെള്ളിരിക്ക ഒരു ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. എല്ലാ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അതൊന്ന് ഗ്രൈൻഡ് ചെയ്ത് പേസ്റ്റ് ആക്കി എടുക്കുക. ഇനി നിങ്ങൾക്ക് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ജ്യൂസാണ് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് പിന്നെ വേണ്ടത് മിൽട്ടിയാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല. എൻ്റെ കയ്യിൽ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ആണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അതെടുത്ത് നമ്മൾ 2 സ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾക്ക് ഇനി വേണ്ടത് കുറച്ച് തൈരാട്ടോ, വളരെ കുറച്ച് മാത്രം. അപ്പോൾ അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി മിൽട്ടി അലർജിക്ക് ആയിട്ടുള്ളവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോളൂ. വെള്ളിരിക്കയും തൈരും മാത്രം മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്താലും അടിപൊളി റിസൾട്ടാണ്. ഇത് മൂന്നും കൂടി നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഫേസ് ഒന്ന് ക്ലീൻ ആക്കുക. ഞാനൊരു ക്ലെൻസർ യൂസ് ചെയ്തിട്ട് ഫേസ് നന്നായി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത വെള്ളിരിക്കാൻ മാത്രമില്ലേ, അത് മാത്രം ഒരു പഞ്ഞി, അതായത് കോട്ടൻ്റെ ബോൾ എടുത്തിട്ട് ആ ഫേസിലൊന്ന് നമ്മളിപ്പോൾ മിൽക്ക് വെച്ചിട്ട് ക്ലെൻസ് ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഫേസിൽ ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഫേസ് ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ ചെയ്താൽ മതി. ഞാൻ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ചെയ്താണ് കേട്ടോ. അപ്പോൾ ഫേസ് ക്ലീൻ ആക്കിയ ശേഷം ഞാൻ വീണ്ടും ഒന്ന് ആ ഒരു വെള്ളിരിക്കയുടെ നീരെടുത്തിട്ട് ഫേസിൽ ഒന്ന് ചെറിയ ഒരു ക്ലെൻസ് വീണ്ടും ചെയ്തതാണ്. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഫേസ് പാക്ക് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു പാക്ക് എല്ലാ സ്കിൻ ടൈപ്പുള്ള ആൾക്കാർക്കും യൂസ് ആക്കാൻ പറ്റുന്ന ഒരു പാക്കാണ് കേട്ടോ. ഇതിൽ ധൈര്യമായിട്ട് യൂസ് ആക്കാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. മിൽട്ടി മാത്രമാണ് ഒരു ഓപ്ഷനിൽ. അത് അലർജിക്കാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അതിന് പകരം കടലമാവ് ഉണ്ടെങ്കിൽ അതും യൂസ് ആക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഫേസ് പാക്ക് ഗേൾസിനും ബോയ്സിനും ഒരുപോലെ യൂസ് ആക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. ടീനേജേഴ്സിലൊക്കെ കണ്ടുവരുന്ന ബോയ്സിനും ഗേൾസിനുമുള്ള മെയിൻ സ്കിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ആക്നെ, പിമ്പിൾസൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് കമ്മിയാക്കാനും കുറയ്ക്കാനും ഒക്കെ ഈ ഒരു സാധിക്കും കേട്ടോ. ഇതിൽ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടാട്ടോ അത് ഗ്രൈൻഡ് ചെയ്ത്. അപ്പോൾ നല്ല ഒരു തണുപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മളിതിൽ തൈരും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി ആവുമ്പോൾ ഫേസിൽ ഭയങ്കര കൂളിംഗ് ആയിരുന്നു കേട്ടോ. എന്താ പറയുക, ആ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴും ആ ഒരു തണുപ്പ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഡ്രൈ ആവുന്നത് വരെയും ആ ഒരു തണുപ്പ് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ, സ്റ്റേ ആയിട്ട്. നമ്മൾ വെറുതെ ആണെങ്കിലും കുക്കുംബർ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഫേസിൽ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് ചെറിയൊരു മസാജ് കൊടുക്കുന്നത് സ്കിന്നിന് ഭയങ്കര നല്ലതാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതിൻ്റെ ജ്യൂസും കൂടി ആകുമ്പോൾ അതിന് ഇരട്ടി ബെനിഫിറ്റാണ്. വെള്ളരിക്കയുടെ ഒരു മെയിൻ ഗുണം എന്ന് പറയുന്നത് അതിലൊരു 95% വാട്ടറാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. അത് കാരണം തന്നെ നമ്മുടെ ഡ്രൈനെസ് പക്കയായിട്ട് മാറ്റും കേട്ടോ. അത് കാരണം നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ടാണെങ്കിലും ഇപ്പോൾ നമ്മൾ ഭക്ഷണത്തിൽ അത് ഉൾപ്പെടുത്തുകയാണെങ്കിലും നമുക്കുണ്ടാകുന്ന ഡ്രൈനെസ് പക്കയായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അതായത് നമ്മുടെ സ്കിന്നിലൊരു ഈർപ്പം അത് ലോക്ക് ചെയ്യും ഈ ഒരു വെള്ളിരിക്ക. സോ അപ്പോൾ ഞാൻ ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് അതൊരു 20 മിനിറ്റ്സിന് ശേഷം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ അത് നന്നായിട്ട് വെലിഞ്ഞ് മുറുകണ പോലെ നിങ്ങൾ എപ്പോഴും ഏത് പാക്കും വെക്കരുത്. ഒരു സെമി ഡ്രൈ ആയാൽ നമുക്കത് വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ. സാധാരണ ഞാൻ കൈയൊക്കെ നനച്ചിട്ടാണ് ജസ്റ്റ് ഒരു മസാജ് ചെയ്ത് അതൊന്ന് റിമൂവ് ചെയ്തെടുക്കുക. പക്ഷേ ഇതിൽ നമ്മൾ കുക്കുംബറിൽ നമ്മളൊരു ജ്യൂസി ആയിട്ടാണല്ലോ ഇതിലെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഒരു ഈർപ്പുണ്ട്, ഒരു വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് മസാജ് ചെയ്യുന്നുള്ള ഒരു ചെറിയ രീതിയിൽ ആ ഒരു എന്താ പറയുക, ആ പാക്ക് ഒന്ന് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചുണ്ടിൻ്റെ 2 സൈഡുമുള്ള ചെറിയൊരു ബ്ലാക്ക് പോലത്തെ ഒരു പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള കളർ ഉണ്ടല്ലോ. സോ അപ്പോൾ അതൊക്കെ ഒന്ന് കമ്മിയാക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് അവിടെ ഒന്ന് ചെറിയൊരു മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കൂടാതെ ഇതൊരു അടിപൊളി ആൻറ്റി ഓക്സിഡൻ്റ് ആട്ടോ. ഇതിൽ വൈറ്റമിൻ എ, ബി, സി, ഇ, കെ, പൊട്ടാസ്യം, ബയോട്ടിൻ അങ്ങനെ എണ്ണിയാൽ തീരാത്ത ഒരുപാട് ഗുണങ്ങൾ വെള്ളിരിക്കയിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിലുണ്ടാവുന്ന പിഗ്മെൻറ്റേഷൻ, അതുപോലെ മുഖക്കുരു വന്ന പാടുകൾ, അതുപോലെ തന്നെ എന്താ പറയുക റിങ്കിൾസ്, ഫൈൻ ലൈൻസ്, അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് നമ്മുടെ സ്കിൻ പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് വെള്ളിരിക്കയുടെ ജ്യൂസാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചെറിയ പീസ് വെള്ളിരിക്ക എടുത്തിട്ട് ആ ഒരു പാക്ക് വീണ്ടും ഒന്ന് റിമൂവ് ചെയ്ത് ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച കാരണം ഭയങ്കര തണുപ്പുണ്ടായിരുന്നു. പിന്നെ പൊതുവെ കുക്കുംബർ ഒരു ചെറിയൊരു തണുപ്പുണ്ടാവും, അതിൽ വെള്ളം ധാരാളം അടങ്ങിയിട്ടുള്ള കാരണം. അപ്പോൾ അത് വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുകയായിരുന്നു കേട്ടോ. ഇത് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല, ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ ചെയ്തതാട്ടോ. വെള്ളിരിക്ക ആയതുകൊണ്ട് നമുക്ക് സ്കിന്നിൽ അധികം വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കില്ല. നമുക്ക് ധൈര്യമായിട്ട് അത് എത്ര വേണമെങ്കിലും യൂസ് ആക്കാം സ്കിന്നിൽ. അപ്പോൾ ഞാൻ വെള്ളരിക്ക വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പം ഞാൻ ഫേസിൽ മൊത്തത്തിൽ ഇതുപോലെ ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇതിനെ രണ്ടായിട്ടൊന്ന് പൊട്ടിച്ച ശേഷം കണ്ണിൻ്റെ താഴെ നമ്മൾക്ക് സാധാരണ നമ്മൾ ഈ പണ്ട് തൊട്ടേ വെള്ളിരിക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ താഴെയുള്ള കറുപ്പ് മാറ്റുക എന്നുള്ള രീതിയിലായിരിക്കും ആദ്യം കേട്ടിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ കണ്ണിൻ്റെ താഴെയും കൂടി ഒന്നിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ചെറിയൊരു മസാജ്. നമ്മുടെ കണ്ണിൻ്റെ താഴെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ ഭയങ്കര ജെൻറ്റിലായിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഭയങ്കര ഇട്ടിട്ട് ഇങ്ങനെ ഉരയ്ക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പാക്ക് വീക്ക്ലി 3 ടൈംസ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ തൈരും കുക്കുംബർ ജ്യൂസും മാത്രം എടുത്തിട്ട് ഡെയിലി അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ സ്കിന്നിലുള്ള ഒരുവിധപ്പെട്ട എല്ലാ സ്കിൻ പ്രോബ്ലത്തിനുള്ള ഒരു അടിപൊളി ബെസ്റ്റ് സൊല്യൂഷൻ ആയിരുന്നു ഇന്നത്തെ നമ്മുടെ ഫേസ് പാക്ക്. അതുപോലെ തന്നെ നമ്മൾ ഏത് പാക്ക് ഇട്ടാലും അതിൻ്റെ ആഫ്റ്റർ കെയർ ഭയങ്കര നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ ഏത് പാക്ക് ഇട്ടാലും അതൊന്ന് വാഷ് ഔട്ട് ചെയ്ത ശേഷം നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ അലോവേര ജെല്ലാണെങ്കിൽ അതാണെങ്കിൽ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു ബ്യൂട്ടി വീഡിയോ ആയിട്ട് വരാം. അതുവരെയും ബൈ, സീ യു ഓൾ.